ഇന്നത്തെ ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് പബ്ലിക് ഇക്കണോമിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് ഹഗ് ടാലറ്റനാണ്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ് ഷുഡ് കളക്ട് മണി ഫ്രം പബ്ലിക് ആൻഡ് സ്പെൻഡ് ഇറ്റ് ഫോർ വെൽഫെയർ. The tax creates disutility and expenditure creates utility. Government should adjust tax and expenditure to maximize social advantage. ഇതുവരെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് പൈസ കളക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ വെൽഫെയർ. ഈ ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ അതൊരു ഡിസ്യൂട്ടിലിറ്റി ആണ്. ആൾക്കാരുടെ അടുത്ത് ഉള്ള ഇൻകത്തിൻ്റെ ഒരു പാർട്ട് അവർ ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ്. അതൊരു ഡിസ്യൂട്ടിലിറ്റി ആണ്. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഓൺ ദ അതർ ഹാൻഡ് എന്താ? ക്രിയേറ്റ്സ് യൂട്ടിലിറ്റി. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ അത് ആൾക്കാരുടെ വെൽഫെയർ കൂട്ടുകയാണ്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ യൂട്ടിലിറ്റി. സോ ഗവൺമെൻറ് ഡിസ്യൂട്ടിലിറ്റി യൂട്ടിലിറ്റിയും തമ്മിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. അതായത് ഗവൺമെൻറ്റിൻ്റെ ടാക്സും എക്സ്പെൻഡിച്ചറും തമ്മിലൊരു ബാലൻസ് വേണം. ആ ബാലൻസ് എങ്ങനെ ആയിരിക്കണം? സൊസൈറ്റിക്ക് മാക്സിമം അഡ്വാൻറ്റേജും ഏറ്റവും മിനിമം ഡിസഡ്വാൻറ്റേജും ഉണ്ടാക്കുന്നതായിരിക്കണം. അത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നതാണ് ഇത്. ഇവിടെ നമ്മുടെ എക്സ് ആക്സിസിലെ യൂണിറ്റ് ഓഫ് മണി എന്താ? ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. നമ്മുടെ വൈ ആക്സിസിൽ എന്താ? ബെനിഫിറ്റും കാണിക്കുന്നുണ്ട്, സാക്രിഫൈസും കാണിക്കുന്നുണ്ട്. ഈ എ കർവ് MSB എന്നുള്ള കർവാണ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിൽ നിന്നുണ്ടാകുന്ന എവറി അഡീഷണൽ എക്സ്പെൻഡിച്ചർ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് ആണെന്ത്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ്. ഈ MSS മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്, അതായത് ആൾക്കാർ എവറി അഡീഷണൽ യൂണിറ്റ് ടാക്സ് പേ ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഡിസ്യൂട്ടിലിറ്റി അല്ലെങ്കിൽ അവരുടെ സാക്രിഫൈസിനെ കാണിക്കുന്നതാണ് എന്ത്? മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ്. ഹഗ് ടാലറ്റൻ നമ്മോട് പറയുന്നത് എന്താ? നമ്മൾ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ആൻഡ് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസും തമ്മിൽ ഒരു ബാലൻസ് ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഈ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് ഓരോ ടാക്സ് യൂണിറ്റ് കൂടുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ടാക്സ് കൂടുന്ന അനുസരിച്ച് ആ ഇൻകത്തിൻ്റെ ബേസിലല്ലേ ടാക്സ് കൂടുന്നത്. സോ എവറി യൂണിറ്റ് ഓഫ് ടാക്സ് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ആൻഡ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും ഓരോ എക്സ്പെൻഡിച്ചർ കൂടുന്തോറും സോഷ്യൽ ബെനിഫിറ്റ് കുറയുകയാണ്. കാരണം എന്താ? ഗവൺമെൻറ് ഓൾറെഡി ഒത്തിരി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒത്തിരി ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉണ്ടാകുന്ന അഡീഷണൽ ബെനിഫിറ്റിന് അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കുന്നത്. സോ the point where marginal social sacrifice intersect with marginal social benefit is the point of principle of maximum social advantage. അതായത് ഈ P എന്നുള്ള പോയിന്റ് ആണ് ഐഡിയൽ പോയിന്റ്. ഈ P എമൗണ്ട് യൂണിറ്റ് ഓഫ് മണി ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ എന്താണ്? മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യും. അതായത് സാക്രിഫൈസ് കുറവായിരിക്കും, ബെനിഫിറ്റ് കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് പറയുന്നത്. ഇത്രയും ഈ ഒരു ഏരിയ ആണ്. ഈ നമ്മുടെ ഏരിയ ആണ് എന്ത്? ദ ഏരിയ വേർ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്താ? ഇവിടെ സാക്രിഫൈസ് കുറവാണ്, പക്ഷെ ബെനിഫിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഏരിയ എന്താ? ദ ഏരിയ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് APB, ഈ ഒരു ഏരിയ. അതേസമയം നമ്മൾ ഇപ്പുറത്തോട്ട് പോയി കഴിയുകയാണെങ്കിലോ സാക്രിഫൈസ്, അതായത് ടാക്സ് കൂടുതലാണ് പക്ഷേ നമ്മുടെ ബെനിഫിറ്റ് കുറവാണ്. സോ ഇത്രയും ഒരു ഏരിയയിലായിരിക്കണം ഗവൺമെൻറ് ഫോക്കസ് ചെയ്യുന്നത് ടിൽ ദ പോയിന്റ് P വേർ ദ സാക്രിഫൈസ് ആൻഡ് ബെനിഫിറ്റ്സ് ബിക്കം ഈക്വൽ. അത് കഴിഞ്ഞു പോയാൽ എന്താ? ബെനിഫിറ്റ് വളരെ കുറവായിരിക്കും, സാക്രിഫൈസ് ഒത്തിരി കൂടുതലായിരിക്കും, ആൾക്കാർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ കൺസെപ്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. യൂട്ടിലിറ്റി ആൻഡ് ഡിസ്യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ്. ഇവിടെ നമുക്ക് യൂണിറ്റ് ഓഫ് മണി ടേംസിൽ സാക്രിഫൈസും ബെനിഫിറ്റും, അതായത് യൂട്ടിലിറ്റിയും ഡിസ്യൂട്ടിലിറ്റിയും ക്വാണ്ടിഫയബിൾ അല്ല, അത് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഡിഫിക്കൽട്ട് ടു മെഷർ ടാക്സ് ബർഡൻ.
ആൾക്കാർ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഓരോരുത്തരുടെയും ഇൻകം ആൻഡ് അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം ബേസ് ചെയ്തിരിക്കും. അത് നമുക്ക് മെഷർ ചെയ്യുക പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. യൂട്ടിലിറ്റി ഈസ് എ മാക്രോ ഇഷ്യൂ ആൻഡ് ടാക്സ് ഡിസ്യൂട്ടിലിറ്റി ഈസ് എ മൈക്രോ ഇഷ്യൂ. യൂട്ടിലിറ്റി എന്താ? ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഒരു ഇക്കോണമിയുടെ മൊത്തം കാര്യമാണ്. അതേസമയം ടാക്സ് കാരണം എനിക്കുണ്ടാവുന്ന ബേർഡൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. സോ ഇത് രണ്ടും ഒരേ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇറ്റ് ഈസ് മെത്തഡോളജിക്കലി വെരി റോങ്. Equal marginal principle is not applicable to government expenditure. Government expenditure എന്ത് ആപ്ലിക്കബിൾ അല്ല? equal marginal benefit ആപ്ലിക്കബിൾ അല്ല. ഇത് എത്രയാണെന്ന് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജിൻ്റെ ലിമിറ്റേഷൻസ്. So hope you understood the concept and thank you so much for listening.